ഡിയർ സ്റ്റുഡൻസ്, ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റിന്റെ മൂന്നാമത്തെ ക്ലാസ് ആണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ഡി ബ്ലോക്ക് എലമെന്റിന്റെ ചില കോമ്പൗണ്ടുകളെ പരിചയപ്പെടാൻ പോവുകയാണ്. ഓക്കെ, അതിലൊന്നാമത്തെ കോമ്പൗണ്ട് പൊട്ടാസ്യം പെർമാംഗനേറ്റ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ലാബിലൊക്കെ പരിചയപ്പെടാനുള്ള ഒരു കോമ്പൗണ്ടാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്, KMnO4 കുറിച്ചാണ്. നല്ല പർപ്പിൾ കളറിലുള്ള ഒരു കോമ്പൗണ്ടാണ് KMnO4, പൊട്ടാസ്യം പെർമാംഗനേറ്റ്. നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ പ്രിപ്പറേഷനെ കുറിച്ചാണ്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. രണ്ട് കോമ്പൗണ്ടുകളാണ് നിങ്ങൾക്ക് ഡി ബ്ലോക്ക് എലമെന്റിൻ്റെത് പഠിക്കാനുള്ളത്, പൊട്ടാസ്യം പെർമാംഗനേറ്റും പൊട്ടാസ്യം ഡൈക്രോമേറ്റും. ഈ രണ്ട് കോമ്പൗണ്ടിന്റെ പ്രിപ്പറേഷനും അതിന്റെ പ്രോപ്പർട്ടീസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിർബന്ധമായിട്ടും അത് പഠിക്കണം. പൊട്ടാസ്യം പെർമാംഗനേറ്റ് KMnO4 ഇതിന്റെ പ്രിപ്പറേഷൻ. പൊട്ടാസ്യം പെർമാംഗനേറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് പൈറോലുസൈറ്റ് എന്ന് പറയുന്ന മാംഗനീസിന്റെ ഒരു മിനറലിൽ നിന്നാണ്. പൈറോലുസൈറ്റ് MnO2 പൈറോലുസൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ പൈറോലുസൈറ്റ് മിനറലിൽ നിന്നാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണ് പൈറോലുസൈറ്റ് ഓറിനെ അല്ലെങ്കിൽ പൈറോലുസൈറ്റിനെ MnO2 എങ്ങനെയാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആക്കി മാറ്റുന്നത് നമുക്ക് നോക്കാം. ഇവിടെ രണ്ട് സ്റ്റെപ്പിലൂടെയാണ് പ്രിപ്പറേഷൻ നടക്കുന്നത്. ഒന്നാമത്തെ സ്റ്റെപ്പിൽ കൺവേർഷൻ ഓഫ് MnO2 ഇൻറ്റു പൊട്ടാസ്യം മാംഗനേറ്റ്. ആദ്യം MnO2 പൊട്ടാസ്യം മാംഗനേറ്റ് ആക്കി മാറ്റുന്നു. അതിനു വേണ്ടിയിട്ട് പൈറോലുസൈറ്റ് ഓർ MnO2 റിയാക്ട് വിത്ത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഇൻ പ്രസൻസ് ഓഫ് എയർ. എയറിന്റെ പ്രസൻസിൽ MnO2 പൈറോലുസൈറ്റിനെ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യിക്കുന്നു. അപ്പോൾ നമുക്ക് പൊട്ടാസ്യം മാംഗനേറ്റ് അല്ലെങ്കിൽ K2MnO4 കിട്ടുന്നു. എന്താണ് പൊട്ടാസ്യം മാംഗനേറ്റ് K2MnO4? എന്താ അവിടെ ചെയ്തത്? പൈറോലുസൈറ്റ് ഓർ ഈസ് ട്രീറ്റഡ് വിത്ത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഇൻ പ്രസൻസ് ഓഫ് ഓക്സിജൻ, ഇൻ പ്രസൻസ് ഓഫ് എയർ, ഫോം പൊട്ടാസ്യം മാംഗനേറ്റ്. അല്ലേ? അപ്പൊ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് പൊട്ടാസ്യം മാംഗനേറ്റ് ആണ്, K2MnO4 ആണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കതിനെ എന്താക്കി മാറ്റണം? പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആക്കി മാറ്റണം, KMnO4 ആക്കി മാറ്റണം. അതിനുവേണ്ടി രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള പൊട്ടാസ്യം മാംഗനേറ്റിനെ വിച്ച് ഈസ് എക്സ്ട്രാക്റ്റഡ് വിത്ത് വാട്ടർ, അതിനെ വാട്ടറുമായിട്ട് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നു. എന്നിട്ട് ആ സൊല്യൂഷൻ ഫിൽട്ടർ ചെയ്തെടുക്കുന്നു. ഓക്കെ, പൊട്ടാസ്യം മാംഗനേറ്റിനെ വാട്ടറുമായിട്ട് എക്സ്ട്രാക്ട് ചെയ്ത് ആ സൊല്യൂഷൻ ഫിൽട്ടർ ചെയ്തെടുക്കുന്നു. ഈ ഫിൽട്ടർ ചെയ്തെടുത്ത സൊല്യൂഷനെ നിക്കൽ ആനോഡും അയേൺ കാഥോഡും ഉപയോഗിച്ച് ഇലക്ട്രോളിസിസ് നടത്തുന്നു. ഓക്കെ, പൊട്ടാസ്യം മാംഗനേറ്റ് നമുക്ക് ഒന്നാമത്തെ സ്റ്റെപ്പിൽ കിട്ടിയ പൊട്ടാസ്യം മാംഗനേറ്റിനെ വാട്ടറുമായിട്ട് എക്സ്ട്രാക്ട് ചെയ്തതിന് ശേഷം അതിനെ ഫിൽട്ടർ ചെയ്തെടുക്കുന്നു. ആ സൊല്യൂഷൻ ഫിൽട്ടർ ചെയ്തെടുക്കുന്നു. ഈ ഫിൽട്ടർ ചെയ്തെടുത്ത സൊല്യൂഷനെ നിക്കൽ ആനോഡും അയേൺ കാഥോഡും ഉപയോഗിച്ച് ഇലക്ട്രോളിസിസ് നടത്തുന്നു. ഓക്കെ, അപ്പോൾ ഇലക്ട്രോളിസിസ് നടത്തുമ്പോൾ നമുക്ക് പൊട്ടാസ്യം മാംഗനേറ്റ് അല്ലെങ്കിൽ K2MnO4 ആണുള്ളത്, വിച്ച് ഡിസോസിയേറ്റ് ടു ഫോം 2K+ and MnO4 2-. ഓക്കെ, ഇനി ആനോഡിലേക്ക് പോകുന്നത് MnO4 2- ആണ്. ആനോഡിൽ വെച്ചിട്ട് പൊട്ടാസ്യം MnO4 2-, അതായത് മാംഗനേറ്റ് അയോൺ എന്തായിട്ട് മാറുന്നു? MnO4- പെർമാംഗനേറ്റ് അയോൺ ആയിട്ട് മാറുന്നു. പർപ്പിൾ കളറിലുള്ള പെർമാംഗനേറ്റ് അയോൺ ആയിട്ട് മാറുന്നു. ഇനി കാഥോഡിൽ ഹൈഡ്രജൻ ഗ്യാസ് ആണ് ലിബറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഇപ്പോൾ നടന്നത്? ഇതാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ പ്രിപ്പറേഷൻ. ഇവിടെ ഫോം ചെയ്യുന്ന പർപ്പിൾ കളറിലുള്ള സൊല്യൂഷനെ ഇവാപ്പറേറ്റ് ചെയ്തിട്ട് കൂൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ ക്രിസ്റ്റൽസ് ഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് പ്രിപ്പയർ ചെയ്തത്? പൈറോലുസൈറ്റ് ഓറിൽ നിന്നാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. പൈറോലുസൈറ്റ് ഓർ ഈസ് ട്രീറ്റഡ് വിത്ത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഇൻ പ്രസൻസ് ഓഫ് എയർ, ഫോം പൊട്ടാസ്യം മാംഗനേറ്റ്. അല്ലേ? ഈ പൊട്ടാസ്യം മാംഗനേറ്റിനെ വാട്ടറുമായിട്ട് എക്സ്ട്രാക്ട് ചെയ്തിട്ട് ആ സൊല്യൂഷനെ ഫിൽട്ടർ ചെയ്തെടുക്കുന്നു. ഈ ഫിൽട്ടർ ചെയ്തെടുത്ത സൊല്യൂഷനെ അയേൺ കാഥോഡിന്റെയും നിക്കൽ ആനോഡിന്റെയും പ്രസൻസിൽ ഇലക്ട്രോളിസിസ് നടത്തുന്നു. ഇലക്ട്രോളിസിസ് നടത്തുമ്പോൾ ആനോഡിൽ പെർമാംഗനേറ്റ് അയോണും കാഥോഡിൽ ഹൈഡ്രജൻ ഗ്യാസും ലിബറേറ്റ് ചെയ്യുന്നു. ഓക്കെ, ആ സൊല്യൂഷനെ പർപ്പിൾ കളറിലുള്ള സൊല്യൂഷനെ ഇവാപ്പറേറ്റ് ചെയ്തിട്ട് നന്നായിട്ട് കൂൾ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ ക്രിസ്റ്റൽസ് ലഭിക്കുന്നു.
ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും മാംഗനേറ്റിന്റെയും പെർമാംഗനേറ്റിന്റെയും സ്ട്രക്ചർ ഇവിടെ കാണാം. മാംഗനേറ്റ് അയോൺ ആണെങ്കിൽ ഗ്രീൻ കളറിലാണ് കാണുക, രണ്ടിനും ടെട്രാഹെഡ്രൽ ഷേപ്പ് ആണുള്ളത്, ഗ്രീൻ കളറിലാണ് കാണുക. ഇതാണ് MnO4 2-. ഓക്കെ, MnO4 2-, 2 മൈനസ് ചാർജുകൾ ഇവിടെ ഉണ്ട്. ഇവിടെ 2 ഡബിൾ ബോണ്ട് ആണ് വരുന്നത്, ഇവിടെ മൈനസ് ചാർജ്, ടെട്രാഹെഡ്രൽ ഷേപ്പ് ആണ്. ഇനി ഇത് ടെട്രാഹെഡ്രൽ ഷേപ്പിൽ തന്നെയുള്ള പെർമാംഗനേറ്റ് അയോൺ MnO4-. ഇവിടെ 3 സ്ഥലത്ത് ഡബിൾ ബോണ്ട് വന്നു, ഇവിടെ O-ഉം. ഓക്കെ, ഇതാണ് ടെട്രാഹെഡ്രൽ ഷേപ്പിലുള്ള പെർമാംഗനേറ്റ് അയോൺ. ഇത് പർപ്പിൾ കളറിലാണ് കാണാൻ പറ്റുക. ഓക്കെ, ഇനി നമുക്ക് പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ പ്രോപ്പർട്ടീസ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് നമ്മൾ ലാബിൽ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഒരു ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് വോളിമെട്രിക് അനാലിസിസ്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇസ് എ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ്. അസിഡിക് മീഡിയത്തിലും ആൽക്കലൈൻ മീഡിയത്തിലും സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ബിഹേവ് ചെയ്യാനുള്ള കഴിവ് പൊട്ടാസ്യം പെർമാംഗനേറ്റിനുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ ഓക്സിഡേഷൻ റിയാക്ഷൻസ്, അത് ഏതൊക്കെ കോമ്പൗണ്ടുകളെയാണ് ഓക്സിഡൈസ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ്. അപ്പോൾ അതിൽ ഒന്നാമത്തെ പ്രോപ്പർട്ടി ആയിട്ട് പറയാം, ഓൺ ഹീറ്റിംഗ് ഇറ്റ് ഡീകമ്പോസ് ടു ഫോം ഓക്സിജൻ. പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ നന്നായിട്ട് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറുന്നു? പൊട്ടാസ്യം മാംഗനേറ്റും ഓക്സിജനുമായിട്ട് മാറുന്നു. MnO2 ഓക്സിജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇറ്റ് ബിഹേവ് ആസ് എ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ഇൻ അസിഡിക് മീഡിയം. അസിഡിക് മീഡിയത്തിൽ ഒരു സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ബിഹേവ് ചെയ്യാനുള്ള കഴിവ് പൊട്ടാസ്യം പെർമാംഗനേറ്റിനുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഇനി പഠിക്കാൻ പോകുന്നത് അസിഡിക് മീഡിയത്തിൽ അത് കാണിക്കുന്ന ഓക്സിഡേഷൻ റിയാക്ഷൻസ് ആണ്. ഒന്നാമത്തത്, ഇറ്റ് ഓക്സിഡൈസ് ഫെറസ് സോൾട്ട് ടു ഫെറിക് സോൾട്ട്. ഫെറസിനെ ഫെറിക് ആക്കി മാറ്റുന്നു. എക്സാമിന് ചോദിക്കും, KMnO4ന്റെ ഓക്സിഡേഷൻ ആസിഡിക് മീഡിയത്തിൽ KMnO4 ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നതിന് എക്സാമ്പിൾ. ഫെറസിനെ എന്താക്കി മാറ്റുന്നു? ഫെറിക് ആക്കി മാറ്റുന്നു. Fe2+നെ Fe3+ ആക്കി മാറ്റുന്നു. അതിന്റെ ഇക്വേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, അയോണിക് ഇക്വേഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. 10Fe2+ + 2KMnO4 + 16H+. എന്താണ്? മീഡിയം അസിഡിക് ആണ്. ഓക്കെ, അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഗിവ്സ് 10Fe3+. Fe2+നെ എന്താക്കി മാറ്റി? Fe3+ ആക്കി മാറ്റി. ഫെറസിനെ ഫെറിക് ആക്കി മാറ്റി. ഇനി ഇറ്റ് ഓക്സിഡൈസ് പൊട്ടാസ്യം അയോഡൈഡ് ടു അയോഡിൻ. അയോഡൈഡിനെ Ki 10Ki പൊട്ടാസ്യം അയോഡൈഡിനെ എന്താക്കി മാറ്റുന്നു? അസിഡിക് മീഡിയത്തിൽ, ഇവിടെയും മീഡിയം അസിഡിക് ആണ്, എന്താക്കി മാറ്റുന്നു? I2 അയോഡിൻ ആക്കി മാറ്റുന്നു. I2. ഓക്കെ, അപ്പൊ 10I- എന്തായിട്ട് മാറുന്നു? 5I2 ആയിട്ട് മാറുന്നു. അയോഡൈഡിനെ അയോഡിൻ ആക്കി മാറ്റുന്നു. ഇനി ഇറ്റ് ഓക്സിഡൈസ് ഓക്സാലിക് ആസിഡ് ടു കാർബൺ ഡൈ ഓക്സൈഡ്. നമുക്ക് ലാബിൽ ചെയ്യാനുള്ള എക്സ്പെരിമെന്റ് ആണ്. ഓക്സാലിക് ആസിഡിനെ ഓക്സിഡൈസ് ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ആക്കി മാറ്റുന്നു. ഇവിടെ 5C2O4 ഓക്സാലിക് ആസിഡിനെ എന്താക്കി മാറ്റുന്നു? അസിഡിക് മീഡിയത്തിന്റെ പ്രസൻസിൽ, മീഡിയം അസിഡിക് ആണ്, ആസിഡിന്റെ പ്രസൻസിൽ എന്തായിട്ട് മാറ്റുന്നു? കാർബൺ ഡൈ ഓക്സൈഡ് ആക്കി 10CO2 ആക്കി മാറ്റുന്നു. C2O4 10CO2 ആയിട്ട് മാറുന്നു. ഓക്സാലിക് ആസിഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് ഓക്സിഡൈസ് ചെയ്യപ്പെടുന്നു. ഹൈഡ്രജൻ സൾഫൈഡിനെ സൾഫർ ആക്കി മാറ്റുന്നു. ഇറ്റ് ഓക്സിഡൈസ് ഹൈഡ്രജൻ സൾഫൈഡ് ടു സൾഫർ. ഹൈഡ്രജൻ സൾഫൈഡിനെ 5H2S, ഹൈഡ്രജൻ സൾഫൈഡിനെ എന്താക്കി മാറ്റുന്നു? സൾഫർ ആക്കി മാറ്റുന്നു. 5S ആക്കി മാറ്റുന്നു. ഓക്കെ, ഇതൊക്കെ ഏത് മീഡിയത്തിലാണ്? അസിഡിക് മീഡിയത്തിലാണ് നടക്കുന്നത്. അപ്പൊ അസിഡിക് മീഡിയത്തിൽ KMnO4 ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നതിനുള്ള എക്സാമ്പിൾ നമുക്ക് പറയാം. ഫെറസ് സോൾട്ടിനെ ഫെറിക് സാൾട്ട് ആക്കി മാറ്റുന്നു. പൊട്ടാസ്യം അയോഡൈഡിനെ അയോഡിൻ ആക്കി മാറ്റുന്നു. ഓക്സാലിക് ആസിഡിനെ കാർബൺ ഡൈ ഓക്സൈഡ് ആക്കി മാറ്റുന്നു. ഹൈഡ്രജൻ സൾഫൈഡിനെ സൾഫർ ആക്കി മാറ്റുന്നു. ഇതൊക്കെ KMnO4ന്റെ ഓക്സിഡേഷൻ റിയാക്ഷന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇനി ആൽക്കലൈൻ മീഡിയത്തിലും KMnO4 ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ട്. ആൽക്കലൈൻ മീഡിയത്തിൽ KMnO4 ഓക്സിഡൈസ് അയോഡൈഡ് ടു അയോഡേറ്റ്. അസിഡിക് മീഡിയത്തിൽ അയോഡൈഡിനെ എന്താ ചെയ്യുന്നത്? അസിഡിക് മീഡിയത്തിൽ അയോഡൈഡിനെ അയോഡിൻ ആക്കി ഓക്സിഡൈസ് ചെയ്യുന്നു. എന്നാൽ ബേസിക് മീഡിയത്തിൽ അയോഡൈഡിനെ Ki അയോഡേറ്റ് ആക്കി മാറ്റുന്നു. KiO3 ആക്കി മാറ്റുന്നു. ഓക്കെ, അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിൽ ഒരുപാട് തവണ ചോദിച്ചതാണ്. അസിഡിക് മീഡിയത്തിലും ബേസിക് മീഡിയത്തിലും ഉള്ള ഓക്സിഡേഷൻ റിയാക്ഷന് എക്സാമ്പിൾ.
അസിഡിക് മീഡിയത്തിൽ KMnO4 എന്ത് ചെയ്യുന്നു? പൊട്ടാസ്യം അയോഡൈഡിനെ അസിഡിക് മീഡിയത്തിൽ അയോഡിനാക്കി മാറ്റുന്നു. എന്നാൽ ബേസിക് മീഡിയത്തിൽ KMnO4 പൊട്ടാസ്യം അയോഡൈഡിനെ പൊട്ടാസ്യം അയോഡേറ്റ് ആക്കി മാറ്റുന്നു. KIയെ KiO3 ആക്കി മാറ്റുന്നു. ഓക്കെ, അപ്പോൾ അസിഡിക് മീഡിയത്തിലും ബേസിക് മീഡിയത്തിലുമുള്ള ഓക്സിഡേഷൻ റിയാക്ഷൻ എക്സാമ്പിൾ പഠിച്ചില്ലേ? അസിഡിക് മീഡിയത്തിലാണെങ്കിൽ പൊട്ടാസ്യം അയോഡൈഡ് അയോഡിനായി മാറുന്നു. ബേസിക് മീഡിയത്തിലാണെങ്കിൽ പൊട്ടാസ്യം അയോഡൈഡിനെ പൊട്ടാസ്യം അയോഡേറ്റ് ആക്കി മാറ്റുന്നു. ഓക്കെ, അപ്പോൾ KMnO4 അസിഡിക് മീഡിയത്തിലും ബേസിക് മീഡിയത്തിലും സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നു എന്ന് നമ്മൾ പഠിച്ചു. അതിനുള്ള എക്സാമ്പിളുകളും പഠിച്ചു. ഇനി KMnO4ന്റെ യൂസസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ തന്നെ പറഞ്ഞു പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഈസ് യൂസ്ഡ് ആസ് എ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ഇൻ ലബോറട്ടറി, അല്ലേ? ലബോറട്ടറിയിൽ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നു. അതിന് ഡിസിൻഫെക്റ്റന്റും ജേർമിസൈഡ്സുമായിട്ട് ബാക്ടീരിയാസ് പോലെയുള്ള പിന്നെ രോഗാണുക്കളെയൊക്കെ കില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കഴിവ് കൂടെ ഉണ്ട്. അപ്പോൾ യൂസ്ഡ് ആസ് എ ഡിസിൻഫെക്റ്റന്റ് ആൻഡ് ജേർമിസൈഡ്സ്, അല്ലേ? യൂസ്ഡ് ഇൻ ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്, പിന്നെ പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ, ഒക്കെ ഇതിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു കോമ്പൗണ്ടാണ് KMnO4. ഇനി KMnO4 ആൽക്കലൈൻ KMnO4ന്റെ പേരാണ് ബേയേഴ്സ് റിയേജന്റ്. എന്താണ് ബേയേഴ്സ് റിയേജന്റ്? വൺ വേർഡ് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് വരും. ബേയേഴ്സ് റിയേജന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആൽക്കലൈൻ KMnO4 ആണ്. നമുക്ക് ഓർഗാനിക് കെമിസ്ട്രിയിലൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ ഉപയോഗം വരുന്ന ഒരു ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. ആൽക്കലൈൻ KMnO4 is also known as Bayer's reagent. ഒരു ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ഓർഗാനിക് കെമിസ്ട്രിയിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ബേയേഴ്സ് റിയേജന്റ്, ആൽക്കലൈൻ KMnO4. ഓക്കെ, അപ്പോൾ ആൽക്കലൈൻ KMnO4 is also known as ബേയേഴ്സ് റിയേജന്റ്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന രണ്ടാമത്തെ കോമ്പൗണ്ട് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആണ്. പൊട്ടാസ്യം ഡൈക്രോമേറ്റ്. എങ്ങനെയാണ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്? പൊട്ടാസ്യം ഡൈക്രോമേറ്റ് K2Cr2O7 ആണ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ്, K2Cr2O7. ആ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് 3 സ്റ്റെപ്പുകളിലൂടെയാണ്. പൊട്ടാസ്യം ഡൈക്രോമേറ്റിന്റെ പ്രിപ്പറേഷൻ ക്രോമൈറ്റ് ഓറിൽ നിന്നാണ് നടത്തുന്നത്. ക്രോമൈറ്റ് ഓർ, FeCr2O4നെയാണ് ക്രോമൈറ്റ് ഓർ എന്ന് പറയുന്നത്. ക്രോമൈറ്റ്. അപ്പോൾ ക്രോമൈറ്റ് ഓറിൽ നിന്നാണ് നമ്മൾ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഇസ് പ്രിപ്പയർഡ് ഫ്രം ക്രോമൈറ്റ് ഓർ, FeCr2O4. പ്രിപ്പറേഷൻ ഓഫ് സോഡിയം ക്രോമേറ്റ്. ആദ്യം നമ്മൾ ക്രോമൈറ്റ് ഓറിനെ സോഡിയം ക്രോമേറ്റ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത് ഒന്നാമത്തെ സ്റ്റെപ്പിൽ. ഓക്കെ, ക്രോമൈറ്റ് ഓറിനെ FeCr2O4നെ സോഡിയം ക്രോമേറ്റ് ആക്കി മാറ്റുന്നു. അതിനു വേണ്ടിയിട്ട് ക്രോമൈറ്റ് ഓർ ഈസ് ഹീറ്റഡ് വിത്ത് സോഡിയം ഹൈഡ്രോക്സൈഡ് ഇൻ പ്രസൻസ് ഓഫ് എയർ. ക്രോമൈറ്റ് ഓർ ഈസ് ഹീറ്റഡ് വിത്ത് സോഡിയം ഹൈഡ്രോക്സൈഡ് ഇൻ പ്രസൻസ് ഓഫ് എയർ ഫോം സോഡിയം ക്രോമേറ്റ്, Na2CrO4, സോഡിയം ക്രോമേറ്റ് ഫോം ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ എന്താണ്? ക്രോമൈറ്റ് ഓർ ഈസ് ഹീറ്റഡ് വിത്ത് NaOH ഇൻ പ്രസൻസ് ഓഫ് എയർ ഫോം സോഡിയം ക്രോമേറ്റ്. അപ്പോൾ നമുക്ക് സോഡിയം ക്രോമേറ്റ് കിട്ടി. ഇനി നമുക്ക് ഈ സോഡിയം ക്രോമേറ്റിനെ സോഡിയം ഡൈക്രോമേറ്റ് ആക്കി മാറ്റണം. അതിനുവേണ്ടി സോഡിയം ക്രോമേറ്റിനെ സോഡിയം ഡൈക്രോമേറ്റ് ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് സോഡിയം ക്രോമേറ്റ് ഇസ് ട്രീറ്റഡ് വിത്ത് സൾഫ്യൂരിക് ആസിഡ്. സോഡിയം ക്രോമേറ്റ് ഇസ് ട്രീറ്റഡ് വിത്ത് സൾഫ്യൂരിക് ആസിഡ് ഫോം സോഡിയം ഡൈക്രോമേറ്റ്, Na2Cr2O7. അല്ലേ? ഇപ്പോൾ ഫോം ചെയ്തിരിക്കുന്നത് എന്താണ്? സോഡിയം ഡൈക്രോമേറ്റ് ആണ്. നമുക്ക് കിട്ടേണ്ടത് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആണ്. Na2Cr2O7 ആണ് ഇവിടെ ഫോം ചെയ്തിരിക്കുന്നത്. നമുക്ക് വേണ്ടത് K2Cr2O7 ആണ്, അല്ലേ? അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്താണ് സംഭവിക്കുന്നത്? ആദ്യത്തെ സ്റ്റെപ്പിൽ നമുക്ക് കിട്ടിയ സോഡിയം ക്രോമേറ്റിനെ സോഡിയം ഡൈക്രോമേറ്റ് ആക്കി മാറ്റണം. അതിന് വേണ്ടിയിട്ട് സോഡിയം ക്രോമേറ്റ് ഈസ് ട്രീറ്റഡ് വിത്ത് സൾഫ്യൂരിക് ആസിഡ്. അപ്പോൾ എന്താ ഫോം ചെയ്യുന്നത്? സോഡിയം ഡൈക്രോമേറ്റ് ഫോം ചെയ്തു. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പിൽ സോഡിയം ഡൈക്രോമേറ്റിനെ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആക്കി മാറ്റണം. അതിനു വേണ്ടിയിട്ട് സോഡിയം ഡൈക്രോമേറ്റ് ഈസ് ട്രീറ്റഡ് വിത്ത് പൊട്ടാസ്യം ക്ലോറൈഡ്, KCl-ഉമായിട്ട് റിയാക്ട് ചെയ്യിക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? പൊട്ടാസ്യം ഡൈക്രോമേറ്റ് കിട്ടുന്നു. ഓക്കെ, സോഡിയം ഡൈക്രോമേറ്റ് ഈസ് ട്രീറ്റഡ് വിത്ത് പൊട്ടാസ്യം ക്ലോറൈഡ് ഫോം പൊട്ടാസ്യം ഡൈക്രോമേറ്റ്.
ഇവിടെ ഫോം ചെയ്തിരിക്കുന്ന ഈ NaCl-നെ, സോഡിയം ക്ലോറൈഡിനെ ഫിൽട്ടർ ചെയ്തിട്ട് ബാക്കിയുള്ള സൊല്യൂഷനെ നന്നായിട്ട് കൂൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓറഞ്ച് കളറിലുള്ള പൊട്ടാസ്യം ഡൈക്രോമേറ്റിന്റെ ക്രിസ്റ്റൽസിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്? പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഈസ് പ്രിപ്പയർഡ് ഫ്രം ക്രോമൈറ്റ് ഓർ. ഒന്നാമത്തെ സ്റ്റെപ്പിൽ ക്രോമൈറ്റ് ഓർ ഈസ് ഹീറ്റഡ് വിത്ത് സോഡിയം ഹൈഡ്രോക്സൈഡ് ഇൻ പ്രസൻസ് ഓഫ് എയർ ഫോം സോഡിയം ക്രോമേറ്റ്, അല്ലെ Na2CrO4 സോഡിയം ക്രോമേറ്റ് ഫോം ചെയ്യും. രണ്ടാമത്തെ സ്റ്റെപ്പിൽ സോഡിയം ക്രോമേറ്റ് ഇസ് ട്രീറ്റഡ് വിത്ത് സൾഫ്യൂരിക് ആസിഡ് ഫോം സോഡിയം ഡൈക്രോമേറ്റ് Na2Cr2O7. മൂന്നാമത്തെ സ്റ്റെപ്പിൽ സോഡിയം ഡൈക്രോമേറ്റ് ഇസ് ട്രീറ്റഡ് വിത്ത് പൊട്ടാസ്യം ക്ലോറൈഡ് ഫോം പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആൻഡ് NaCl. ഈ NaCl-നെ ഫിൽട്ടർ ചെയ്തിട്ട് റിമൂവ് ചെയ്യുന്നു. ബാക്കിയുള്ള സൊല്യൂഷനെ കൂൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൊട്ടാസ്യം ഡൈക്രോമേറ്റിന്റെ ഓറഞ്ച് കളറിലുള്ള ക്രിസ്റ്റൽസിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് പൊട്ടാസ്യം ഡൈക്രോമേറ്റിന്റെ പ്രിപ്പറേഷൻ ആയിട്ട് പഠിക്കാനുള്ളത്. നമ്മൾ KMnO4 അല്ലെങ്കിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് പറഞ്ഞതുപോലെ തന്നെ പൊട്ടാസ്യം ഡൈക്രോമേറ്റും ഒരു സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. അപ്പോൾ നമുക്ക് ഇനി പഠിക്കാനുള്ളത് പൊട്ടാസ്യം ഡൈക്രോമേറ്റിന്റെ ഓക്സിഡേഷൻ ബിഹേവിയറിനെ കുറിച്ചാണ്. അത് ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നു. ഇവിടെ KMnO4-നെ പോലെ തന്നെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡീകമ്പോസ് ചെയ്തിട്ട് ഓക്സിജൻ ഗ്യാസിനെ ലിബറേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഓൺ ഹീറ്റിംഗ് ഇറ്റ് ഡീകമ്പോസ് ടു ഫോം ഓക്സിജൻ ഗ്യാസ്. K2Cr2O7 ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓക്സിജൻ ഗ്യാസിനെ ലിബറേറ്റ് ചെയ്യിക്കുന്നു. ഇനി ഇറ്റ് ആക്ട് ആസ് എ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ഇൻ അസിഡിക് മീഡിയം. അസിഡിക് മീഡിയത്തിൽ നല്ല സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ബിഹേവ് ചെയ്യാനുള്ള കഴിവ് പൊട്ടാസ്യം ഡൈക്രോമേറ്റിനുണ്ട്. അപ്പോൾ അതിന്റെ ഓക്സിഡേഷൻ റിയാക്ഷന് കുറച്ച് എക്സാമ്പിളുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തത് അസിഡിക് മീഡിയത്തിൽ അയോഡൈഡിനെ അയോഡിനാക്കി മാറ്റുന്നു. KMnO4 ചെയ്യുന്ന പോലെ തന്നെ പൊട്ടാസ്യം അയോഡൈഡിനെ 6Ki പ്ലസ് K2Cr2O7 പ്ലസ് 14H+. വരുന്നത് എന്താണ്? മീഡിയം അസിഡിക് ആണ്. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. H+ന്റെ പ്രസൻസിൽ അതെന്തായിട്ട് മാറുന്നു? 3I2 അയോഡിനായിട്ട് മാറുന്നു. 6Ki എന്തായിട്ട് മാറുന്നു? 3I2 ആയിട്ട് മാറുന്നു, അയോഡിനായിട്ട് മാറുന്നു. ഇറ്റ് ഓക്സിഡൈസ് ഹൈഡ്രജൻ സൾഫൈഡ് ടു സൾഫർ. നമ്മൾ നേരത്തെ KMnO4-ന്റെ കേസിൽ പഠിച്ച അതേ റിയാക്ഷൻസ് തന്നെയാണ്. അവിടെ ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് KMnO4 ഉപയോഗിക്കുന്നു. ഇവിടെ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് K2Cr2O7 ഉപയോഗിക്കുന്നു. അപ്പോൾ ഹൈഡ്രജൻ സൾഫൈഡിനെ H2S-നെ എന്താക്കി മാറ്റുന്നു? സൾഫർ S ആക്കി മാറ്റുന്നു. 3H2S gives 3S. ഓക്കെ, ഇറ്റ് ഓക്സിഡൈസ് സൾഫർ ഡയോക്സൈഡ് ടു സൾഫ്യൂരിക് ആസിഡ്. സൾഫർ ഡയോക്സൈഡിനെ സൾഫ്യൂരിക് ആസിഡ് ആക്കി മാറ്റുന്നു. SO2നെ SO4 ആക്കി മാറ്റുന്നു. SO4 ആക്കി മാറ്റുന്നു. സൾഫ്യൂരിക് ആസിഡ് ആക്കി മാറ്റുന്നു. ഓക്കെ, H2SO4 ആക്കി മാറ്റുന്നു സൾഫർ ഡയോക്സൈഡിനെ. അപ്പോൾ ഇതൊക്കെ അസിഡിക് മീഡിയത്തിൽ ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നതിനുള്ള എക്സാമ്പിൾ ആണ്. അയോഡൈഡിനെ അയോഡിനാക്കി മാറ്റുന്നു, ഹൈഡ്രജൻ സൾഫൈഡിനെ സൾഫർ ആക്കി മാറ്റുന്നു, സൾഫർ ഡയോക്സൈഡിനെ സൾഫ്യൂരിക് ആസിഡ് ആക്കി മാറ്റുന്നു. ഇങ്ങനെ ഒരുപാട് ഓക്സിഡേഷൻ റിയാക്ഷൻസ് ഉണ്ട് അസിഡിക് മീഡിയത്തിൽ നടക്കുന്ന. അപ്പോൾ പൊട്ടാസ്യം ഡൈക്രോമേറ്റും K2Cr2O7 ഒരു സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നു. ഇനി നമുക്ക് അതിന് ക്രോമേറ്റ് ഓറിന്റെയും ഡൈക്രോമേറ്റ് ഓറിന്റെയും സ്ട്രക്ചർ ആണ് പഠിക്കാനുള്ളത്. ക്രോമേറ്റ് ഓർ, ക്രോമേറ്റും ഡൈക്രോമേറ്റും ഇന്റർ കൺവേർട്ടബിൾ ആണ്. മീഡിയം മാറുന്നതിനനുസരിച്ച് ക്രോമേറ്റും ഡൈക്രോമേറ്റും മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഓൺ അഡീഷൻ ഓഫ് ആസിഡ് ക്രോമേറ്റ് അയോൺ ചേഞ്ച്ഡ് ഇൻ ടു ഡൈക്രോമേറ്റ്. അസിഡിക് മീഡിയത്തിൽ ക്രോമേറ്റ് അയോൺ കമ്പൈൻ ചെയ്തിട്ട് ഡൈക്രോമേറ്റ് ആയിട്ട് മാറും. എന്നാൽ അത് മീഡിയം ആൽക്കലൈനായി മാറിക്കഴിഞ്ഞാൽ റിവേഴ്സ് പ്രോസസ്സും നടക്കും. അതായത് ഡൈക്രോമേറ്റ് ഡിസോസിയേറ്റ് ചെയ്തിട്ട് എന്തായിട്ട് ക്രോമേറ്റ് അയോൺ ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ദ ക്രോമേറ്റ് ആൻഡ് ഡൈക്രോമേറ്റ് അയോൺസ് ആർ ഇന്റർ കൺവേർട്ടബിൾ ഡിപ്പെൻഡിങ് അപ്പോൺ ദ pH മാറുന്നതിനനുസരിച്ച്, മീഡിയം അസിഡിക്കോ ബേസിക്കോ ആകുന്നതിനനുസരിച്ച് ക്രോമേറ്റും ഡൈക്രോമേറ്റും മാറിക്കൊണ്ടേയിരിക്കും, ഇന്റർ കൺവേർട്ടബിൾ ആണ്. ഇതാണ് ക്രോമേറ്റ് ഓർ. ഓക്കെ, ക്രോമേറ്റ് ഓറിന്റെ സ്ട്രക്ചർ ടെട്രാഹെഡ്രൽ ഷേപ്പിലാണ് നമുക്ക് കാണാൻ പറ്റുക. ഈ ഡൈക്രോമേറ്റ് അയോൺ ആണെങ്കിൽ രണ്ട് ക്രോമേറ്റ് അയോണുകൾ ഒരു ബ്രിഡ്ജ് CrOCr ബ്രിഡ്ജ് ബോണ്ടിലൂടെ എന്ത് ചെയ്യുന്നു? കമ്പൈൻ ചെയ്ത് ഡൈക്രോമേറ്റ് അയോൺ ആയിട്ട് മാറുന്നു. CrOCr ഒരു ബ്രിഡ്ജ് ബോണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഡൈക്രോമേറ്റ് അയോൺ. ഇത് എക്സാമിന് ചോദിക്കാറുള്ളതാണ്, ക്രോമേറ്റ് അയോണിന്റെയും ഡൈക്രോമേറ്റ് അയോണിന്റെയും സ്ട്രക്ചർ.
ഓക്കെ, ഇപ്പോൾ ടെട്രാഹൈഡ്രൽ ഷേപ്പിലാണ് ക്രോമേറ്റ് അയോൺ കാണാൻ പറ്റുക. നമ്മളതിൽ അത് മീഡിയം അസിഡിക് ആക്കി കഴിഞ്ഞാൽ ക്രോമേറ്റ് അയോൺ, 2 ക്രോമേറ്റ് അയോണുകൾ CrO-Cr ബ്രിഡ്ജ് ബോണ്ടിലൂടെ കമ്പൈൻ ചെയ്ത് ഡൈക്രോമേറ്റ് അയോൺ ആയിട്ട് മാറുന്നു. അപ്പോൾ ഇതാണ് ഡൈക്രോമേറ്റ് അയോണിന്റെ ഷേപ്പ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ക്രോമേറ്റ് അയോണിനെയും ഡൈക്രോമേറ്റ് അയോണിന്റെയും സ്ട്രക്ചറിനെ കുറിച്ച് പഠിക്കാൻ. ഡൈക്രോമേറ്റിന്റെ യൂസസ് ഇപ്പോൾ നമ്മളിപ്പോൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെ, ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് വോളിമെട്രിക് അനാലിസിസിലൊക്കെ ഓക്സിഡേഷൻ റിയാക്ഷൻസ് നടക്കുന്ന, റിഡോക്സ് റിയാക്ഷൻസ് നടക്കുന്ന വോളിമെട്രിക് റിഡോക്സ് ടൈട്രേഷനുകളിലൊക്കെ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ വോളിമെട്രിക് അനാലിസിസിൽ ഉപയോഗിക്കുന്നു, ഫോട്ടോഗ്രാഫിയിൽ ഉപയോഗിക്കുന്നു. ഫോട്ടോഗ്രാഫിക് ഇൻഡസ്ട്രിയിൽ പൊട്ടാസ്യം ഡൈക്രോമേറ്റിന് യൂസസ് ഉണ്ട്. അതുപോലെ കാലിക്കോ പ്രിന്റിംഗ്, ഒരു തരം കോട്ടൺ ഫാബ്രിക്സിൽ ചെയ്യുന്ന ഒരു പ്രിന്റിംഗ് ആണ് കാലിക്കോ പ്രിന്റിംഗ്. അതുപോലെ ഡൈയിങ് ഇൻഡസ്ട്രിയിലൊക്കെ നല്ല ഓറഞ്ച് കളറിലുള്ള കോമ്പൗണ്ട് ആണ്, അതുകൊണ്ട് ഡൈയിങ് ഇൻഡസ്ട്രിയിലൊക്കെ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഡി ബ്ലോക്ക് എലമെന്റിന്റെ കോമ്പൗണ്ടുകളെ കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പോൾ ഇൻഡസ്ട്രിയലി നമ്മൾ ഉപയോഗിക്കുന്ന ഡി ബ്ലോക്ക് എലമെന്റുകളുടെ 2 കോമ്പൗണ്ടുകളാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റും പൊട്ടാസ്യം ഡൈക്രോമേറ്റും. ഓക്കെ, അപ്പോൾ ആ പൊട്ടാസ്യം ഡൈക്രോമേറ്റിന്റെയും പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെയും പ്രിപ്പറേഷനും അതിന്റെ പ്രോപ്പർട്ടീസും അതിന്റെ സ്ട്രക്ചറുമാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് F ബ്ലോക്ക് എലമെന്റുകളെ കുറിച്ച് പഠിക്കാം. ഓക്കെ, താങ്ക് യു.